വീട്ടിലുള്ള ഭക്ഷണം ഒരു ചോദ്യമാണ് ഇന്ന് വാട്സപ്പിൽ വന്നത്. അത് കുഴിച്ചു മൂടണം. ഇപ്പൊ മരിക്കുന്നതിന് മുമ്പ് ആ വീട്ടിൽ വെച്ചിരുന്ന ഭക്ഷണം അല്ലെങ്കിൽ ആ മരിച്ച വ്യക്തി കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി കുഴിച്ചു മൂടണോ അതോ മറ്റുള്ളവർ കഴിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഇന്ന് വാട്സപ്പിൽ വന്നതാണ്. വേറെ എന്തൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ഉസ്താദിനോട് ചോദിച്ചത് മാത്രം. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد عباد الله أوصيكم وإياي بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله അലൈഹി തവക്കൽതു ഇലൈഹി ഉനീബ്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, സ്നേഹനിധികളായ കുട്ടികളെ, പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കൽപ്പന എല്ലാം സ്വീകരിച്ച് അല്ലാഹു വിരോധിച്ച വിഷയങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുകയും തഖ്വയോടുകൂടി ജീവിക്കാൻ എന്റെ സ്വന്തം ശരീരത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയും ചെയ്യുകയാണ്. മയ്യത്ത് കഴിച്ചതിന്റെ ബാക്കി കഴിക്കണോണ്ടും വിരോധമില്ല. പിന്നെ അത് പിന്നെ അവിടെ ആ വീട്ടുകളിൽ കഴിക്കണോണ്ട് വിരോധമില്ല. അത് ഒഴിച്ച് ഇടുക എന്നൊക്കെ പറഞ്ഞത് അത് ഹറാമാണ്. അത് അല്ലേ, മുതൽ വെറുതെ നശിപ്പിക്കുക, കേടുവരാത്ത ഭക്ഷണമൊക്കെ ആണെങ്കിലേ അത് വെറുതെ നശിപ്പിക്കുക, അത് പാടില്ലാത്ത വിഷയമാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഹജ്ജിന് മുമ്പ് ഹറമിലെ അപകടത്തിൽ മരണപ്പെട്ട ആളുകൾ അവരുടെ മേൽ ഉള്ള ഹജ്ജ് കടമ തീരുമോ, ഹജ്ജിന്റെ പുണ്യം കിട്ടുമോ, ഈ വിഷയത്തെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അബൂ സവാദ് ഇവിടെണ്ടാ? അബൂ സവാദാണ് ചോദ്യം ചോദിച്ചത്. ഇന്നലെ PM ചെയ്തതാണ് ഞാനത്. ഇവിടെണ്ടാ? ഉണ്ട്. ഇഹ്റാം അതിനെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടാണ് പഠനം പൂർത്തിയായിട്ടില്ല. എനിക്ക് ഇപ്പോൾ കിട്ടിയ ഇതുവരേക്കും പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള എന്റെ വിവരം, ഹജ്ജ് നിർബന്ധമുള്ള ആളായിരുന്നു. ഹജ്ജ് നിർബന്ധമുള്ള ആളാണ്. അത് വഴിയാലും മുതലാലും തടിയാലൊക്കെ ആവതുള്ളവർക്ക് ഹജ്ജ് നിർബന്ധമാണല്ലോ. അങ്ങനെ ഹജ്ജ് നിർബന്ധമുള്ള ഒരാളാണ്. അയാൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പാണ് മരിച്ചത് നിൽക്കുക. അയാൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മരിച്ചു. എന്നാൽ അയാൾ ഉപേക്ഷിച്ച് പോയ സ്വത്തുണ്ടെങ്കിൽ അയാൾക്ക് പിന്നെ മരിച്ചു പോകുമ്പോൾ അയാൾക്ക് സ്വത്ത് ഉപേക്ഷിച്ചുകൊണ്ടാണ് അയാൾ മരിച്ചത്. എന്നാൽ അയാളുടെ മേലെ ഹജ്ജ് ഒരാളെ കൊണ്ട് പിന്നെ ഹജ്ജ് ചെയ്യിപ്പിക്കുക നിർബന്ധമാണ്. അയാൾ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പാണ് മരിച്ചത് എങ്കിൽ, അയാൾ ഹജ്ജ് നിർബന്ധമുള്ള ആൾ ആയിരുന്നുവെങ്കിൽ, അയാൾ സ്വത്ത് ഉപേക്ഷിച്ചിട്ട് പോയ ആള് ആണ് എങ്കിലും അയാളുടെ മേൽ പിന്നെ ഒരാളെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കുക നിർബന്ധമാണ്. ഇനി അയാൾക്ക് സ്വത്തൊന്നുമില്ല നിൽക്കുക, എന്നാൽ അയാളുടെ അവകാശികളുടെ സുന്നത്താണ് അയാളുടെ മേലൊരു ഹജ്ജ് ചെയ്ത് സുന്നത്താണ്, നിർബന്ധമില്ല എങ്കിലും. നേരെ മറിച്ച് ഇഹ്റാമിലേക്ക് പ്രവേശിച്ചതിന് ശേഷമാണ് മരിച്ചത് എങ്കിൽ, അയാൾക്ക് ഹജ്ജ് നിർബന്ധമുള്ള ആളായിരുന്നു, അയാൾക്ക് ഹജ്ജ് പിന്നെ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു, അങ്ങനെ ഹജ്ജ് പൂർത്തിയാക്കുന്നതിന്റെ മുമ്പായിട്ടാണ് മരിച്ചത്. എന്നാൽ അയാളുടെ ആ ഹജ്ജ് പിന്നെ ചെയ്യേണ്ടതില്ല എന്നാണ് എനിക്ക് ഇപ്പോൾ ഇതുവരേക്കുള്ള വിവരം കേട്ടോ. ഞാൻ ആ വിഷയത്തെ കുറിച്ച് കൂടുതൽ പഠിക്കുകയാണ്. ഇതല്ലാത്ത ഒരു മസലയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളെ വിവരം അറിയിക്കാം. ഇനി ഇത് തന്നെയാണ് മസല നിൽക്കുന്നത്, പിന്നെ അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ അതാണ്. മനസ്സിലായല്ലേ? ഏതുവരേക്കും പറഞ്ഞ് മനസ്സിലായിക്കൊള്ളല്ലേ അബൂ സവാദിന്? ഇങ്ങോട്ടെ. പിന്നെ ഉദുഹയ്യത്തിന്റെ നീയത്ത് അല്ല, ഉലുവിന്റെ നീയത്താണല്ലേ. ഉലുവിന്റെ നീയത്ത് അറബിയിൽ ഒന്ന് പറയൂ. ഒരു ബംഗാളി ചോദിച്ചിട്ടാണ്. പടച്ചറബ് എന്താണ് പിന്നെ അറബിയിൽ പറയാൻ എന്താ നീയത്ത്? പിന്നെ നിസ്കാരത്തിന്റെ എന്താണ് നിസ്കാരത്തിന്റെ ഫർള്, നിസ്കാരം ഹലാലാക്കാൻ വേണ്ടി ഉളുവിന്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു എന്ന് അതല്ലേ പറഞ്ഞത്. ഞാൻ അതവല്ലൂന്ന് കരുതിയാലും മതി. ഞാൻ ഉളു ചെയ്യുന്നു, ഞാൻ ഉളു എടുക്കുന്നു, അല്ലെങ്കിൽ ഉളുവിന്റെ എന്ന് കരുതിയാലും മതി. അതിനിപ്പോ അറബിയിൽ പറയാം അതവല്ലൂന്നാ, എന്ന് കരുതിയാലും മതി എന്നാ. ഇത് സാധാരണ ഒരു മുഖം കഴുകലല്ല, സാധാരണ കൈ കഴുകലല്ല. ഇത് ഇബാദത്തിന്റെ ഭാഗമായിക്കൊണ്ടുള്ള ആ കൈ കഴുകലാണ് എന്ന് വേർതിരിയാൻ വേണ്ടിയാണ് ഇപ്പൊ നിയ്യത്ത് എന്ന് പറഞ്ഞത്. അപ്പോ ഉളുവിന്റെ ഫർളിനെ ഞാൻ വീട്ടുന്നു,
പിന്നെ അല്ലെങ്കിൽ ഞാൻ ഉളു ചെയ്യുന്നതെന്ന് മാത്രം ആയാലും മതി. അല്ലെങ്കിൽ നബൈത്തുൽ വുളു അല്ലേ, അങ്ങനെ അല്ലെങ്കിൽ നബൈത്തു അദാ ഫർളിൽ വുളുഇ അങ്ങനൊക്കെ ഉണ്ടല്ലോ. അങ്ങനൊക്കെ എന്തോ ആവാം. നബൈത്തു അദാ ഫർളിൽ വുളുഇ, വുളുവിന്റെ ഫർളിനെ വീട്ടുവാൻ ഞാൻ കരുതി, എന്തായാലും വേണ്ടില്ല. പിന്നെ ഇഹ്റാമിൽ പ്രവേശിച്ചതിന് ശേഷം അസുഖം കാരണം ഹജ്ജ് പൂർത്തിയാക്കാൻ, അത് വേറെ മസലയാണ്. നമ്മൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിരുന്നു. ഇഹ്റാമിന്റെ ശേഷം ആള് മരിച്ചതല്ല, പിന്നെന്താ ആൾക്ക് അസുഖം ബാധിച്ചു, അങ്ങനെ ആളെ അപ്പൊ പിന്നെ ഹജ്ജ് പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിലോ അയാൾ ഹജ്ജ് പൂർത്തിയാക്കണം എന്നാ, ഹജ്ജ് പൂർത്തിയാക്കാൻ നിർബന്ധമാണ്. രോഗം കൊണ്ടുള്ള ഇഹ്സാർ ഉണ്ടല്ലോ, രോഗം കൊണ്ട് ഇഹ്സാർ പിന്നെ ബാധകാവൂലാന്ന, രോഗം കൊണ്ട് ഇഹ്സാർ നിരങ്ങി ശത്രുക്കൾ തടഞ്ഞു നിൽക്കുക. ഇഹ്റാം ചെയ്തു, ഇഹ്റാം ചെയ്തിട്ട് എന്ത് ചെയ്തു, അയാളെ ഹജ്ജ് പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ശത്രുക്കൾ അയാളെ തടഞ്ഞു, വഴിയിൽ വെച്ചിട്ട് തടഞ്ഞു ആളെ. എന്നാലും അവിടെ എന്ത് ചെയ്യാ, തഹ്ലൂലാവാം. അവിടെ ഒരാടിനെ അറുത്ത് കൊടുക്കുക, ഒരാടിനെ അറുത്ത് കൊടുത്തുകൊണ്ട് തഹ്ലൂലിന്റെ നിയ്യത്തോടു കൂടി അവന്റെ മുടി നീക്കം ചെയ്തുകൊണ്ട് അവനെ തിരിച്ചു പോരാം. അതാണ് അത് ശത്രു. അതേസമയത്ത് രോഗം കൊണ്ട് ഒരു ഇഹ്സാറ് അത് അങ്ങനൊന്നും ഇല്ലാന്ന. എന്ത് ചെയ്യണം, അവൻ ആ അമല് പൂർത്തിയാക്കണം. ആ അമല് പൂർത്തിയാക്കാൻ നിർബന്ധമാണ്. രോഗം ബാധിച്ചാലും ആ രോഗം മാറുന്നവരേക്കും അവൻ അവിടെ ശ്രമിക്കണം. എന്നിട്ട് രോഗമൊക്കെ മാറിയതിനു ശേഷം അവൻ ആ അമല് പൂർത്തിയാക്കി തിരിച്ചു പോരണം. അറഫയിൽ നിൽക്കാൻ സാധിച്ചില്ല നിൽക്കുക അല്ലേ, അറഫയിൽ നിൽക്കാൻ സാധിച്ചില്ല. അപ്പൊ പിന്നെ ആ കൊല്ലത്തെ ഇത് നഷ്ടപ്പെടില്ല അല്ലേ, അറഫയിൽ നിൽക്കാൻ സാധിച്ചില്ല. എന്നാലും പിന്നെ അറഫ അതിന്റെ സമയം കഴിഞ്ഞ ശേഷം അവൻ അതല്ലാത്ത മറ്റു അമലുകളൊക്കെ ചെയ്യുക, എന്നിട്ട് പൂർത്തിയാക്കുക. എന്നിട്ട് ആ ഹജ്ജ് പിന്നെ ഖളാ കിട്ടുകയും വേണം. അതല്ലാത്ത മറ്റുള്ള അമലുകളൊക്കെ ചെയ്യണം. അങ്ങനെ പിന്നെ എന്ത് ചെയ്യാ, മറ്റ് എന്നിട്ട് പിന്നെ അത് പിന്നെ പൂർത്തിയാക്കുകയും വേണം. ഇഹ്റാം ചെയ്താൽ അത് ഒന്നുകിൽ എന്ത് ചെയ്യണം, ഹജ്ജ് എന്റെ അമലുകൾ ചെയ്തുകൊണ്ട് പിന്നെ ഹജ്ജിന്റെ അമലുകൾ ചെയ്തുകൊണ്ട് അത് പൂർത്തിയാക്കുക. അതല്ലെങ്കിൽ ഉംറന്റെ അമല് ആക്കി മാറ്റി മുറിച്ചുകൊണ്ട് അതെന്ത് ചെയ്യണം, പൂർത്തിയാക്കണം. അതല്ലാതെ വെറുതെ അങ്ങോട്ട് തിരിച്ചു പോരാൻ പറ്റൂല. അപ്പൊ അതാ അത് യതഹല്ലലു ബിഉംറത്തിൻ യതഹല്ലലു ഉംറത്തൻ സുമ്മ യഖ്ലി ഫസത്തിൽ മുഖബില. ഇഹ്റാം ചെയ്താൽ നിർബന്ധമാണ്. ആ രോഗം കൊണ്ടൊക്കെ ഇഹ്റാം ചെയ്തിട്ടുണ്ടെങ്കിൽ അറഫയിൽ നിൽക്കാൻ സാധിച്ചു നിൽക്കല്ലേ, അറഫയിൽ നിൽക്കാൻ സാധിച്ചാൽ പിന്നെ അത് ആ അമലാണ് പൂർത്തിയാക്കുക. അറഫയിൽ നിൽക്കാൻ സാധിച്ചില്ല, എന്നാൽ പിന്നെ അവിടെ എന്ത് ചെയ്യുക, തവാഫ് ചെയ്യുക, സഈ ചെയ്യുക, മുടി നീക്കം ചെയ്യുക, എന്നിട്ട് അവൻ തഹ്ലൂലാവുക, തിരിച്ചു പോരുക. പിറ്റത്തെ വർഷം അത് ഖളാ വീട്ടുകയും പിന്നെ വീട്ടുകയും വേണം. പിന്നെന്താണ്, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, കിടന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നതിന്റെ വിധി എന്താണ്? കിടന്നുകൊണ്ട് ഖുർആൻ ഓതാമോ? ആയത്തുൽ കുർസി കിടന്നുകൊണ്ട് ഓതുന്നതുകൊണ്ട് വിരോധമില്ല. അതിന്റെ കിടന്നുകൊണ്ട് ഖുർആൻ ഓതുന്നത് കൊണ്ടോ അല്ലെങ്കിൽ കിടന്നുകൊണ്ട് വെള്ളം കുടിക്കുന്നത് കൊണ്ടോ വിരോധമൊന്നുമില്ല. പക്ഷെ അതൊന്നും ഉത്തമമുള്ള കാര്യമല്ല അല്ലേ, അന്ന് ഉത്തമല്ല. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പിന്നെ വുളുവിന്റെ നിയ്യത്ത് അറബിനാണ്. നാട്ടിൽ വെള്ളമുണ്ട്, എന്നാൽ തിരക്ക് കൊണ്ട് വുളു ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പൈപ്പ് ഉള്ളൂ, ജമാഅത്ത് തുടങ്ങാറായി, എന്നാൽ തയമ്മം ചെയ്ത് നിസ്കരിക്കാമോ, പിന്നീട് മടക്കണോ? ജമാഅത്ത് ഒരു മിനിറ്റ് ഇതാ തിരക്ക് കാരണേ ജമാഅത്തിന് പങ്കെടുക്കാൻ വേണ്ടി പിന്നെ നാട്ടിലുള്ള ഒരാള് വളു ചെയ്യാതെ തേമം ചെയ്യാൻ പാടില്ല. അന്ന് തേമം ചെയ്യാൻ പറ്റൂല. ജമാഅത്ത് നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടിട്ട് എന്ത് ചെയ്യാ, വളു നാട്ടിലുള്ള ഒരാള് വളു ചെയ്യാതെ തേമം ചെയ്തുകൊണ്ട് ജമാഅത്തിന് പങ്കെടുക്കാൻ പറ്റുകയില്ല. നിസ്കാരം കളാകുമോ എന്ന് ഭയം. തിരക്കുകാരനാണ്, പിന്നെ വെള്ളം കിട്ടാൻ നാട്ടിൽ വെള്ളമൊക്കെ ഉണ്ട്, പക്ഷെ വെള്ളം കിട്ടുന്നില്ല അവന്.
പിന്നെ ഇനി ആ വെള്ളത്തിന് വേണ്ടി കാത്തു നിന്നിട്ട് നിസ്കാരം തന്നെ ഖളായി പോകും എന്ന ഭയമുണ്ട്. എന്നാൽ തയമ്മം ചെയ്ത് നിസ്കരിക്കുകയും പിന്നെ അത് മടക്കി നിസ്കരിക്കുകയും വേണം. നിസ്കാരം മടക്കി നിസ്കരിക്കുകയും വേണം. പിന്നീട് വളു ചെയ്തിട്ടേ നിസ്കാരം മടക്കി നിസ്കരിക്കണമെന്ന്. നിസ്കാരം ഖളാകും എന്ന് ഭയമുണ്ട് എങ്കിൽ ജമാഅത്തിന് വേണ്ടിയല്ല. പിന്നെ അസ്സലാമു അലൈക്കും വലൈക്കും സലാം. ദുൽഹജ്ജ് 11, 12, 13 ദിവസങ്ങൾ നോമ്പ് എടുക്കാൻ പാടില്ല എന്നത് അറിയാം. എന്നാൽ ഹജ്ജ് വേളയിൽ ഫിദിയ നിർബന്ധമുള്ള ഹാജിക്ക് ആ സമയത്ത് നോമ്പെടുക്കാൻ അനുവാദമുണ്ടോ? എന്നല്ലേ പറഞ്ഞല്ലോ അല്ലേ? അവിടെ വെച്ച് ഒരു ഹിന്ദിക്കാരൻ മുത്തവ്വ നിർബന്ധിച്ചു ദുൽഹജ്ജ് 9, 12 എന്നീ ദിവസം യുവനെ കൊണ്ടുപോയിട്ട് ഹാജിക്ക് നോമ്പ് നോൽക്കാതിരിക്കലാണ് നല്ലത്, സുന്നത്ത്. ഹാജിക്ക് ദുൽഹജ്ജ് 9 നോമ്പ് നോൽക്കാതിരിക്കലാണ് സുന്നത്ത്. എന്നാൽ 10, 11, 12, 13 അയ്യാമത്തെ പെരുന്നാൾ ദിവസവും അയ്യാമത്തെ ശരീരത്തിന്റെ 3 ദിവസങ്ങളോ ആ 4 ദിവസം, ആ 4 ദിവസം നോമ്പ് നോൽക്കൽ ഹറാമാണ്. അത് ഹാജിക്കും ഹാജി അല്ലാത്തവർക്കൊക്കെ ഹറാമാണ്. അപ്പോ മുത്തമത്തിയാണ് അയാള് പിന്നെ ഇഹ്റാമിലായിക്കൊണ്ട് 3 നോമ്പ് നോൽക്കണം. ആ നോമ്പ് പിന്നെ ഈ ദിവസങ്ങളിൽ നോമ്പ് നോൽക്കാൻ പറ്റുകയില്ല. ദുൽഹജ്ജ് 10, 12, 13 ദിവസങ്ങൾ നോമ്പ് നോൽക്കാൻ പറ്റുകയില്ല. നോമ്പ് നോറ്റ സഹിയാവുകയും ഇല്ല. പിന്നെ അയാള് പക്ഷെ ആ മുത്തവാക്ക് ചിലപ്പോ അറിയാത്തതിന്റെ പേരിലായിരിക്കാം അങ്ങനെ നിർബന്ധിച്ച് നോമ്പ് ഏൽപ്പിച്ചത്. തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവൻ ഷഹീദിന്റെ കൂട്ടത്തിൽ പെടുമോ? അതൊക്കെ അങ്ങനെ തന്നെ. അപകടത്തിൽ മരിച്ച ആളും പിന്നെ അങ്ങനെ മരിച്ച ആളുകൾക്കൊക്കെ അവരൊക്കെ ഉഖ്റവിയായ ശുഹദാക്കളാണ്. ഉഖ്റവിയായ ശുഹദാക്കൾ എന്ന് പറഞ്ഞാല് മരിച്ചാല് അവന് ഷഹീദിന് ലഭിക്കുന്ന പ്രതിഫലം അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ലഭിക്കുന്നു. ഷഹീദിന് ലഭിക്കുന്ന സ്ഥാനം, ഷഹീദിന് ലഭിക്കുന്ന പ്രതിഫലമൊക്കെ അവർക്ക് പിന്നെ മരണശേഷം ലഭിക്കും. അതാണ് ഉഖ്റവിയായ ഷഹീദാണ്. ദുന്യവിയായ ഷഹീദല്ല. ദുന്യവിയായ ഷഹീദ് പറഞ്ഞാല് പിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് അങ്ങനെ ഷഹീദായ ആൾക്കാർ അത് അവരെ ദുന്യവിയായ ഷഹീദാകുള്ളൂ. അങ്ങനത്തെ ആളുകളെ പിന്നെ കുളിപ്പിക്കാനോ അവരെ പേര് മൈസ്കരിക്കാനോ പാടില്ല. യുദ്ധത്തില് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യണം. അങ്ങനെ യുദ്ധം ചെയ്തതിൽ ഷഹീദായ അയാളെ കുളിപ്പിക്കാൻ പാടില്ല, അയാളെ പേര് മൈസ്കരിക്കാൻ പറ്റുകയില്ല. അപ്പൊ അയാൾ ദുന്യവിയായ ഷഹീദ. അയാൾ വളരെ ഇഖ്ലാസോട് കൂടിയാണ് യുദ്ധം ചെയ്ത് അങ്ങനെ ഷഹീദായത്. എന്നാൽ അയാൾ ഉഖ്റവിയായ ഷഹീദുമാണ്. അപ്പൊ ദുന്യവിയായ ഷഹീദുമായി ഉഖ്റവിയായ ഷഹീദുമായി. അപ്പൊ മരിച്ചാൽ കുളിപ്പിക്കാനും പറ്റൂല, നിസ്കരിക്കാനും പറ്റൂല. ആഖിറത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനം ഉണ്ടാവും ചെയ്യും. നേരെ മറ്റേ ആൾക്ക് ഇഖ്ലാസ് ഒന്നുമില്ല. അയാൾ യുദ്ധം ചെയ്തത് ഒരു ഇസ്ലാമിക ഭരണാധികാരിയുടെ കീഴിലാണ് അദ്ദേഹം യുദ്ധം ചെയ്തത്. അള്ളാഹു തആലാന്റെ ദീനിന് വേണ്ടി യുദ്ധം ചെയ്ത ആളാണ്. പക്ഷെ ആൾക്ക് ഇഖ്ലാസ് ഒന്നുമില്ല നിൽക്കുക. അയാൾ ഞാൻ വലിയൊരു യോദ്ധാവാണെന്നൊക്കെ പിന്നെ വെട്ടി തീർക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അയാൾ യുദ്ധം ചെയ്തത്. എന്നാൽ അയാൾ ദുന്യവിയായ ഷഹീദാണ്. അയാൾ മരിച്ചാൽ അയാളെ പേരിൽ മൈസ്കരിക്കാനും പാടില്ല, അയാളെ കുളിപ്പിക്കാനും പറ്റൂല. പക്ഷെ ആഖിറത്തിൽ അയാൾക്ക് കൂലി ഉണ്ടാവില്ല. ആഖിറത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന കൂലി കിട്ടണമെങ്കിൽ ഇഖ്ലാസ് ആണല്ലോ, നല്ല നിയ്യത്തുവാണല്ലോ, നല്ല കൂലി കിട്ടുള്ളൂ. ഇപ്പൊ ഈ പറഞ്ഞല്ല, അപകടത്തിൽ മരിച്ച ആള് മുങ്ങി മരിക്കുക, കത്തി മരിക്കുക, ഒരു ബിൽഡിങ്ങോ മറ്റൊക്കെ ശരീരത്തിലേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് പൊട്ടി വീണ് അങ്ങനെ മരിക്കുക, അങ്ങനെയൊക്കെയുള്ള മരണം. അതുപോലെ തന്നെ വയറിന് ക്യാൻസർ ഒക്കെ ബാധിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള മരണം. പിന്നെ അത്തരം ആ രീതിയിലൊക്കെയുള്ള മരണം വരിച്ച ആളുകൾക്ക് അവർ ഉഖ്റവിയായ ശുഹദാക്കളാണ്. ആഖിറത്തിൽ അല്ലാഹു തആലയുടെ അടുക്കൽ ഷഹീദിന് ലഭിക്കുന്ന സ്ഥാനവും പ്രതിഫലവും ഒക്കെ ലഭിക്കും. പക്ഷെ മരിച്ചാൽ മയ്യിത്ത് നിസ്കരിക്കണം, കുളിപ്പിക്കുക വേണം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, കടം വീടാൻ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വേഗം വീട്ടിത്തരട്ടെ. നിങ്ങളുടെ കടം വീട്ടാനുള്ള മാർഗം, ഹലാലായ മാർഗം അള്ളാഹു നിങ്ങളുടെ മുമ്പിൽ തുറന്നു തരട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. തിലാവത്തിന്റെ സുജൂദിന് നിയ്യത്തും തക്ബീറും വേണം എന്നുള്ളതാണ് നമ്മുടെ മദ്ഹബ്. അങ്ങനെയാണ്. തിലാവത്തിന്റെ സുജൂദ് ചെയ്യണമെങ്കിൽ പിന്നെ നിസ്കാരത്തിന്റെ ഷർത്തുകളൊക്കെ അതിനും ബാധകമാണ്. അതായത് വലിയ ശുദ്ധിയെ തൊട്ടും ചെറിയ ശുദ്ധിയെ തൊട്ടും ഒക്കെ പിന്നെ നജസിനെ തൊട്ടൊക്കെ ശുദ്ധിയാവണം. പിന്നെ ചെറിയ ശുദ്ധിയത്തോട് ശുദ്ധി പറഞ്ഞാൽ വുളു എടുക്കണം എന്നർത്ഥം. വുളു വേണം. പിന്നെ ശരീരത്തിലോ നിസ്കരിക്കുന്ന ആ സുജൂദ് ചെയ്യുന്ന സ്ഥലത്തോ അവന്റെ വസ്ത്രത്തിൽ നജസ് ഉണ്ടാവാൻ പാടില്ല. ഖിബിലയിലേക്ക് മുന്നിടണം.
പിന്നെ തക്ബീറത്തുൽ ഇഹ്റാം തിലാവത്തിന്റെ സുജൂദ് ചെയ്യുന്നു എന്ന കരുത്തോടു കൂടി അവൻ അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടണം, പറയണം, പിന്നെ ഒരു സുജൂദ് ചെയ്യുകയും വേണം, അതിനുശേഷം സലാം വീട്ടുകയും വേണം. ഇതാണ് തിലാവത്തിന്റെ സുജൂദ്. അതല്ല തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാതെ പിന്നെ സുജൂദ് ചെയ്യാതെ പിന്നെ സലാം വീട്ടാതെ വെറും ഒരു സുജൂദ് മാത്രം ചെയ്താൽ സഹിയാവുകയില്ല എന്നാണ് നമ്മുടെ മദ്ഹബ്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഉദ്ഹിയത്തിന്റെ ഇറച്ചി അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഉസ്താദെ സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ്. അബ്ദുല്ലാ കുംബ്ര സാഹിബാണ്. ഉദ്ഹിയത്തിന്റെ മാംസം അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയില്ല. ഉദ്ഹിയത്തിന്റെ മാംസം അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയില്ല എന്ന് നമ്മൾ പല പ്രാവശ്യം വിശദീകരിച്ചൊരു വിഷയമാണ്. അതേസമയത്ത് അമുസ്ലിങ്ങൾക്ക് സദഖ ചെയ്താൽ കൂലിയൊക്കെ കിട്ടും. മുസ്ലിങ്ങൾ ഭക്ഷണം കൊടുത്തു എന്നാൽ കൂലി കിട്ടും, മുസ്ലിങ്ങൾക്ക് ഇറച്ചി വാങ്ങിക്കൊടുത്ത് കൂലി കിട്ടും, മുസ്ലിങ്ങൾക്ക് പൈസ കൊടുത്തു എന്നൊക്കെ കൂലി കിട്ടും. പക്ഷെ ഉലഹിയത്ത് പറഞ്ഞാൽ സാധാരണ ഒരു സാധാരണ സദഖ അല്ല, അതൊരു ഇബാദത്താണ്. ആ ഇബാദത്ത് സഹിയാവണമെങ്കിൽ ചില നിബന്ധനകളൊക്കെ ഉണ്ട്, ചില ഷർത്തുകളുണ്ട്. അപ്പൊ ആ ഷർത്ത് പാലിക്കണം, നല്ലത് സഹിയാവുള്ളൂ. ഇപ്പൊ ഉലഹിയത്ത് നീർച്ചയാക്കി നിൽക്കുക, ഉലഹിയത്ത് അറുത്ത് കൊടുക്കാൻ ഒരാൾ നീർച്ചയാക്കി, എന്നാൽ ആ മാംസം സ്വന്തം മക്കൾക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. എന്നിട്ടല്ലേ ഇപ്പൊ ഞാൻ മുസ്ലിമില്ലേ, സ്വന്തം മക്കൾക്ക് കൊടുക്കാൻ പറ്റൂല, സ്വന്തം ഭാര്യക്ക് കൊടുക്കാൻ പറ്റൂല, സ്വന്തം മക്കൾക്ക് കൊടുക്കാൻ പറ്റൂല. അപ്പൊ എന്താ കാരണം? നീർച്ചയാക്കി ആക്കിയ ഉലഹയത്താണെങ്കിൽ എന്തതിന് കാരണം? അതൊരു ഇബാദത്താണ്. ആ ഇബാദത്തിന് ചില നിബന്ധനകളുണ്ട്, ആ നിബന്ധന പാലിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അത് പെട്ടതാണ്. പിന്നെ നീർച്ചയാക്കിയ ഉലഹയത്താണെങ്കിൽ ധനാഢ്യരായ ആളുകൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. മുസ്ലിമാണ്, ആചാരാണ്, മൂല്യാരാണ്, ഒക്കെ ശരി തന്നെയാണ്, നല്ല മനുഷ്യനൊക്കെ തന്നെയാണ്. പക്ഷെ ആള് മുതലാളി നിൽക്കുക, അയാൾ ഫക്കീർ മിസ്കാൻ മാറ്റപ്പെട്ട ആളല്ല, ഉദ്ഹിയത്താണ് നീർച്ചയാക്കപ്പെട്ടതാണേനും അയാൾക്കും കൊടുക്കാൻ പാടില്ല. അപ്പൊ അതിന് ചില നിബന്ധനകളുണ്ട്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കേ കൊടുക്കാവൂ, അതിന്റെ ഒരു നിബന്ധനയാണത്. അപ്പൊ മുസ്ലിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ വേറെ കുറച്ച് ഇറച്ചി വാങ്ങിക്കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലാതെ ഈ മാംസം കൊടുക്കാൻ പറ്റുകയില്ല. ഉസ്താദെ, ഭാര്യയുടെ ഡെലിവറിയാണ് 3-ാം തീയതിയാണ്. സുഖപ്രസവത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രസവമൊക്കെ സുഖാക്കി കൊടുക്കട്ടെ. അള്ളാഹു റാഹത്തും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ. കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നും കൂടാതെ നല്ല രീതിയിൽ പ്രസവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ അള്ളാഹു ഒരുക്കി കൊടുക്കുകയും അവരുടെ പ്രസവത്തിൽ അള്ളാഹു തആല കുടുംബത്തിനും ദീനിനും ഉപകരിക്കുന്ന സാലിഹായ നല്ലൊരു സന്താനത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇപ്പോൾ പ്രചാരം നേടിയ വിഗ് വെച്ച് നിസ്കരിക്കാൻ പറ്റുമോ? വിഗ് വെച്ച് നിസ്കരിച്ച നിസ്കാരം ശരിയാവുക ചെയ്യും. പക്ഷെ ആ വിഗിന്റെ മേലെ തടഞ്ഞു നിൽക്കുക. ആക്കുന്ന സമയത്തെ തല തടവുന്നതിന് പകരം ആ വിഗിന്റെ മേലെ തടവിയത് എന്നാൽ ഒന്നും സഹിയാവൂല. പിന്നെ അതൊക്കെ തലയിൽ നിന്ന് എടുത്തുകൊണ്ട് തലയുടെ മുകളിൽ തന്നെ തടവണം, എന്നാലേ ഒന്നും സഹിയാവുള്ളൂ. അതിന്റെ ആ വിഗിന്റെ മേലെ തടഞ്ഞ സഹിയാവൂല. ഇനി അതിനുശേഷം എന്ത് ചെയ്തു? അത് ഒന്നൊക്കെ ശരിക്കെടുത്തതിനു ശേഷം വിഗ് തലമ വെച്ച് നിൽക്കുക. അത് തെച്ചുകൊണ്ട് നിസ്കരിച്ചു നിസ്കാരം സഹിയാകും, അതുകൊണ്ട് കുഴപ്പമില്ല. ദുൽഹജ്ജ് 9 ഹോസ്പിറ്റലിൽ നിന്ന് അറഫയിലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം അസുഖം കാരണം ഹോസ്പിറ്റലിലായി. സൗദി ഗവൺമെന്റ് റൂൾ പ്രകാരം നാട്ടിൽ പോകേണ്ട ഡേറ്റ് ആയി. ഇനി തവാഫ് ചെയ്യാനും പറ്റില്ല. അങ്ങനെയുള്ള അവസ്ഥയിലാണ് ഹോസ്പിറ്റലിലുള്ളത്. ബോധം ഇല്ല. ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസിൽ നാട്ടിൽ കൊണ്ടുപോകാനേ പറ്റുകയുള്ളൂ. ഹജ്ജിന്റെ തവാഫ് ചെയ്യാൻ പറ്റില്ല. എന്താണ് പ്രതിവിധി? അത് അറഫയിൽ നിൽക്കൽ കഴിഞ്ഞിരിക്കണം. ഇനി ബാക്കിയുള്ളത് എന്താണ്? ബാക്കിയുള്ളത് ഇഫാദത്തിന്റെ തവാഫാണ്. നിർബന്ധമുള്ള ഒരു വിഷയമല്ല അല്ലേ? ഫർലായ വിഷയം ഇഫാദത്തിന്റെ തവാഫാണ്. ഇഫാദത്തിന്റെ തവാഫിന് എനിക്ക് കാലാവധിയൊന്നുമില്ല. എന്നാണോ അവന് സൗകര്യപ്പെടുന്നതെങ്കിൽ അന്ന് ഇഫാദത്തിന്റെ തവാഫ് ചെയ്യുക. നാട്ടിൽ പോയിക്കോട്ടെ. നാട്ടിൽ പോയിട്ട് പിന്നീട് അസുഖം മാറിയതിനു ശേഷം വരിക, വന്നിട്ട് ഇഫാദത്തിന്റെ തവാഫ് ചെയ്യുക, വേറെ വിഷയങ്ങളൊക്കെ ചെയ്യുക. പക്ഷെ അതിനുശേഷം അവൻ തഹല്ലുലാകുള്ളൂ. അതിനുശേഷമേ തഹല്ലുലാകൂ. അതിനെ മസല. നാട്ടിൽ പോകണമെങ്കിലേ പോവുക. അസുഖം കാരണമാണ് നാട്ടിലാണ് നിൽക്കാൻ പറ്റില്ലെങ്കിൽ സൗദി ഗവൺമെന്റ് റൂൾ പ്രകാരം നാട്ടില് പിന്നെ പോവണം. എന്നാ നാട്ടിൽ പോവുക. എന്നിട്ട് പിന്നെ ഏതായാലും ശരി, അറഫ കഴിഞ്ഞല്ലോ, അറഫ കഴിഞ്ഞു. ഇനിയിപ്പോ ബാക്കി ഇഫാദത്തിന്റെ തവാഫിന് സൈ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ശേഷം സൈൻ ചെയ്യാം ഇഫാദത്തിന്റെ തവാഫിന് ശേഷം. പക്ഷേ ഇഫാദത്തിന്റെ തവാഫിന്
പിന്നെ ഒരു സമയപരിധി ഇല്ല. അത് എന്നാണോ വരാൻ സാധിക്കും അന്ന് ചെയ്താൽ മതി. തവാഫ് ചെയ്യുക, അതിന് ശേഷം സഅയും ചെയ്യാം. പക്ഷേ അതുവരേക്കും അവൻ തഹല്ലുലാവുകയില്ല, അവൻ ഇഹ്റാമിലായിരിക്കും. പിന്നെ ജംറകൾ എറിയാനൊക്കെ ഉണ്ടല്ലേ, ജംറകൾ എറിയാനൊക്കെ ഉണ്ട് അല്ലേ, അതൊക്കെ വാജിബാത്തിൽപ്പെട്ടതാണ്. അയ്യാമത്തെ ശേഖിന്റെ ദിവസങ്ങളിലെ അതൊക്കെ അത് ചെയ്തിട്ടില്ല എങ്കിൽ അതിന് പകരം ഫിരി കൊടുത്താലൊക്കെ മതി. പക്ഷെ ഇഫാത്തിന്റെ തവാഫ് അങ്ങനല്ല, ഹജ്ജിന്റെ റുക്കിനാണ്. അപ്പൊ ചെയ്യുക തന്നെ വേണം. പക്ഷെ അത് എപ്പോഴാ സൗകര്യമുള്ളത് അപ്പോൾ ചെയ്താൽ മതി. പിന്നെ ഉസ്താദെ എന്താണ് എൽസിയുടെ ക്യാഷ് അയാൾക്ക് വേണ്ടി സ്വതക്ക ചെയ്താൽ മതിയോ? ആ എൽസി എന്താ മനസ്സിലായില്ല. ഏത് ഒരാളല്ലേ, എന്താ ഒരാൾ എന്തെന്ന് എന്താ നിങ്ങളെ പിയോ മാത്രമേ ഉള്ളൂ വെച്ചിട്ടപ്പോ എന്തോ മുമ്പ് ഇന്നലെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതിന്റെ അപ്പൊ എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അതെ, ഇന്നലെ എന്താ പറഞ്ഞത്, ഒരുപാട് പി എം ഉണ്ട് അല്ലേ, ഒരുപാട് പി എം ഉണ്ട്. അതില് പല ആളുകൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ചില മറുപടി പറയാണ്. അപ്പോ എന്തായിരുന്നു വിഷയം? എൽ സി ഡി മാറ്റി വെച്ചതില്ലേ, അത് അയാളെ കാണുക, അതിന്റെ ഉടമസ്ഥനെ കാണുക, എന്നിട്ട് അയാളോട് ആ വിഷയം പറയുക, എന്നിട്ട് അയാളെ കൊണ്ട് പൊരുത്തപ്പിടിപ്പിക്കാൻ അയാളോട് പറയാതെ അയാൾ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ എന്താ ചെയ്യാ? ഇനി വേറൊരു മാർഗം ഇല്ല നിൽക്കുക. വേറെ മാർഗം ഒന്നുമില്ലെങ്കിൽ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അതല്ലാതെ അതിന്റെ പൈസ അങ്ങനെ ചിലർ പറയാറുണ്ട്. അത് ഇയാളെ കിട്ടാൻ വേറൊരു മാർഗം ഇല്ല എങ്കിൽ ഒരു പൈസ നമ്മുടെ കയ്യിൽ പെട്ടു, അയാളെ കണ്ടുമുട്ടാൻ യാതൊരു മാർഗവും ഇല്ലെങ്കിൽ അത് പിന്നെ കളഞ്ഞു കിട്ടിയ സ്വത്തിന്റെ നിബന്ധന തന്നെ അവിടെ ഉള്ളത്. കളഞ്ഞു കിട്ടിയ എന്ത് ചെയ്യാം? അതോടെ പിന്നെ അത് അയാൾക്ക് വേണ്ടി ദുആ ചെയ്യും. പക്ഷെ എപ്പോഴാണ് ആൾ തിരിച്ചു വരുന്നെങ്കിൽ അപ്പൊ കൊടുക്കും വേണം. കാണാൻ പറ്റില്ല, എനിക്ക് അറിയുകയും ഇല്ല, അപ്പോൾ അത് വേറെ മാർഗം അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അയാളെ കാണാനൊരു മാർഗമില്ല, അയാളെ അറിയും ചെയ്യില്ലെങ്കിൽ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അതന്നെ. ഞാൻ കണ്ടിട്ടില്ല, അതേ സമയത്ത് ചില സ്ഥലങ്ങൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സംഖ്യയൊക്കെ പെട്ടിക്കുകയാണെങ്കിൽ അത് അയാൾക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടി അയാളുടെ പേരിൽ സദഖ ചെയ്യുകയും അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുക, അത് പൊരുത്തപ്പെടാൻ ഒരു മാർഗമാണ് എന്ന് കിതാബിന്റെ ഇബാത്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അതേ സമയത്ത് നെറ്റിലൊക്കെ ചില ചർച്ചകളിലൊക്കെ ഉണ്ടാവുമല്ലോ, അതിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതല്ലാതെ അങ്ങനെ അത് സംബന്ധമായ ഒരു കിതാബിന്റെ ഇബാറത്ത് ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കണം, നിങ്ങൾക്ക് അവകാശപ്പെടാത്ത ഒരു സംഖ്യ നിങ്ങളുടെ കയ്യിലുണ്ട്, മറ്റൊരാളുടെ സംഖ്യ നിങ്ങളുടെ കയ്യിൽ പെട്ടുപോയി. അതിന്റെ ഉടമസ്ഥനെ പൊരുത്തപ്പിടിക്കുവാനോ അയാൾക്ക് പൈസ കൊടുക്കുവാനോ നിങ്ങളുടെ മുമ്പിൽ യാതൊരു മാർഗവും ഇല്ല. എല്ലാ മാർഗവും അടഞ്ഞിട്ടുണ്ട്, ഒരു മാർഗം ഇല്ല. എങ്കിൽ അയാളുടെ പേരിൽ ആ പൈസ അയാളുടെ പേരിൽ സദഖ ചെയ്യുക, അയാൾക്ക് കൂലിയിട്ടാൻ വേണ്ടി അയാളുടെ പേരിൽ സദഖ ചെയ്യുകയും അയാൾക്ക് വേണ്ടി ഖൈർ കൊണ്ട് ദുആ ചെയ്യുകയും ചെയ്യുക, അതൊരു മാർഗമാണ് എന്ന് പിന്നെ ചില സ്ഥലത്തൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ അത് സംബന്ധമായ ഒരു ഇബാറത്ത് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന്. മനസ്സിലായല്ലേ? ഓക്കെ, മനസ്സിലായി. പക്ഷെ എന്തോ മനസ്സിൽ പേടിയുള്ളത് പോലെ, അതൊരു ഈമാന്റെ അടയാളം ആണല്ലേ. അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചു അതിന്റെ പേര് ഒരു തരം പേടി മനസ്സിലിങ്ങനെ എപ്പോഴും, അത് അള്ളാഹുവിനെ പേടിന്റെ ലക്ഷണമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. അല്ലെങ്കിൽ ഇപ്പൊ ഒരു വിഷയമല്ലേ, അല്ലെങ്കിൽ അങ്ങനെ പല ഹറാമായ മുതലൊക്കെ തിന്നിട്ട് യാതൊരു വരിയും വെക്കാതെ അങ്ങനെ നിൽക്കുന്ന ധാരാളം ഉണ്ടാവുമല്ലോ. ഇതല്ല, അങ്ങനെ സംഭവിച്ചു പോയി അതിന്റെ പേരിൽ പേടി, അത് ഈമാന്റെ അടയാളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. നിസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടാവാൻ ഉസ്താദ് ദുആ ചെയ്യണേ. നിങ്ങൾ ആദ്യം എന്റെ കാര്യത്തിൽ ദുആ ചെയ്യാൻ ആ വിഷയത്തിൽ വേണ്ടത്. എന്റെ നിസ്കാരം സഹിയാവാൻ വേണ്ടി. ഞാൻ സാധാരണ ചില ആളുകളൊക്കെ ഹജ്ജിന് പോകുമ്പോഴും ഉംറക്ക് പോകുമ്പോൾ ദുആക്കാൻ പലരും പറയുമ്പോൾ ഞാൻ ആളുകളോട് പലരോടും പറയാറ്, എന്റെ നിസ്കാരം സഹിയാവാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന്.
ആദ്യമായിട്ട് ഹിസാബ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിലെ ആദ്യമായി വിചാരണ നിസ്കാരത്തെ കുറിച്ചാണ്. ആ നിസ്കാരത്തിന്റെ കാര്യത്തിലുള്ള ആ വിചാരണ വളരെ നല്ല രീതിയിലാണ് നിൽക്കുക. അതിലവൻ വിജയിച്ചു. എന്നാൽ പിന്നെ വേറുള്ള കാര്യമൊക്കെ വളരെ എളുപ്പമാണ്. അതേസമയത്ത് ആ വിചാരണയിൽ അവൻ പരാജയപ്പെട്ടെങ്കിൽ വേറുള്ള കാര്യങ്ങളൊക്കെ പിന്നെ വളരെയധികം പ്രയാസകരമായ അവസ്ഥയാണുള്ളതെന്ന്. അപ്പൊ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം തക്ബീറത്തുൽ കിട്ടിയ ചിന്തിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ പിഴക്കുക, അങ്ങനെ ഒരു ഇതുണ്ട് അല്ലെ. കുറെ ആൾക്കാർ നിസ്കാരത്തിലേക്ക് തന്നെ ശ്രദ്ധ കൊടുത്തുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ പിഴക്കും. എന്റെ സ്വഭാവം അങ്ങനെ. അതേസമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ ആണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിസ്കരിക്കുകയാണെങ്കിൽ തകരാറൊന്നും കൂടാതെ ഇസ്ലാം കൂട്ടും ചെയ്യും. റക്കാത്ത് തെറ്റൊന്നുമില്ല. അതിങ്ങനെ യാദർശികമായിട്ടെങ്കിൽ എന്തെങ്കിലും ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങനെ നടന്നു പോവുക. അതേസമയത്ത് നിസ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ചിലപ്പോ റക്കാത്ത് തെറ്റുക പോലത്തെ സംഭവമൊക്കെ. ഏതായാലും ശരി, വല്ലാത്തൊരു വിഷമം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ നിസ്കരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ഇതുവരെയൊക്കെ നിസ്കരിച്ച നിസ്കാരത്തിലെ എല്ലാ പോരായ്മയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹദായ ഫദ്ല് കൊണ്ട് പരിഹരിച്ച് അതിന്റെയൊക്കെ പൂർണ്ണമായ പ്രതിഫലം അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുകയും ഇനിയുള്ള ജീവിതത്തിൽ ബാക്കിയുള്ള സമയങ്ങളിൽ ഇനിയുള്ള സമയങ്ങളിൽ നല്ല രീതിയിൽ ഖുശൂഅോട് കൂടി ഖുളൂഅോട് കൂടി നിസ്കരിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. നിസ്കാരം ഖുശൂ ഉണ്ടായുള്ള മാർഗങ്ങളൊക്കെ പിന്നെ നമ്മുടെ ഉലമാക്കൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു മാർഗ്ഗമാണ് ഇത്. അതിന്റെ അർത്ഥങ്ങളൊക്കെ ചിന്തിച്ചിട്ട് അങ്ങനെ നിസ്കരിക്കുക അല്ലെ. തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുമ്പോൾ അല്ലാഹു തആലാന്റെ അളമത്തൊക്കെ ശരിക്കും ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് ഏറ്റവും വലിയവൻ, അല്ലാഹു ആണ് ഏറ്റവും മഹാൻ. പിന്നെ വജ്ഹത്ത് ഓതുമ്പോൾ അതിന്റെ അർത്ഥം ഇങ്ങനെ മനസ്സിലാക്കുക. അങ്ങനെ ഫാത്തിഹ ഓതുമ്പോഴും സൂറത്ത് ഓതുമ്പോഴൊക്കെ അതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കുക. തസ്ബീഹുകളും മറ്റൊക്കെ ചെല്ലുമ്പോൾ അതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കുക. അങ്ങനെ ചെല്ലുക. അത് ഖുശൂ ഉണ്ടാവാനുള്ള ഒരു കാരണമാണ്, ഒരു മാർഗമാണ്. അതിപ്പോ അർത്ഥം തിരിഞ്ഞ ആളുകൾക്കൊക്കെ ആണല്ലോ. അർത്ഥം തിരിയാത്ത ആളുകളൊക്കെ ആണെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ മുമ്പിലാണല്ലോ നിൽക്കുന്നത് എന്ന ചിന്ത ഉണ്ടാകുവാൻ, എന്റെ യജമാനായ അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് എന്നൊരു ധാരണ അവനുണ്ടാവുക. പിന്നെ മറ്റൊരു മാർഗമാണ് ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിന്റെ ശേഷമുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പം ശ്രദ്ധ നിസ്കാരത്തിന്റെ അപ്പുറത്തേക്ക് പോവാതിരിക്കാൻ അത് സഹായകമാകും. ഇപ്പൊ വജ്രത്ത് നോക്കുമ്പോൾ ഇനി അടുത്ത് എനിക്ക് ഓതാറുള്ളത് ഫാത്തിഹയാണ് എന്നിങ്ങനെ എന്നിങ്ങനെ ചിന്തിക്കുവാൻ എപ്പോഴും. പിന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഫാത്തിഹ. അപ്പൊ എനിക്ക് അടുത്ത് അൽഹംദുലില്ലാഹിയാണ് ഓതാറുള്ളത്. അപ്പൊ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് ഇങ്ങനെ ഓതുന്ന സമയത്ത് അർറഹ്മാനി ഇനി അടുത്ത് ഓതാറുള്ളത്. അങ്ങനെ ഓരോ ആയത്ത് ഓതുമ്പോൾ അതിന്റെ ശേഷമുള്ള ആയത്തിനെ കുറിച്ച് മനസ്സിലാക്കുക. അതാണ് നീ ഓതാറുള്ളത് ചിന്തിക്കുക. അങ്ങനെ ഫാത്തിഹ വലദ്ദാലിൻ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്ക് അത് സൂറത്താണ് ഓതാറുള്ളത് എന്ന് ചിന്തിക്കുക. പിന്നെ റുക്കൂയിലേക്ക് പോയാൽ ഇനി എനിക്ക് അടുത്ത് ഇഅ്തിദാലിലാണ് ചെയ്യാറുള്ളത്. ആ ഇഅ്തിദാലിനെ കുറിച്ച് ചിന്തിക്കുക. ഇഅ്തിദാലിന്റെ സമയത്ത് സുജൂദിനെ കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ ഓരോ വിഷയം ചെയ്യുമ്പോഴും അതിന്റെ ശേഷമുള്ളതിനെ കുറിച്ച് ചിന്തിച്ചാൽ അതും നിസ്കരിക്കുന്ന ആളുടെ ശ്രദ്ധ നിസ്കാരത്തിൽ തന്നെ ഒതുക്കി നിർത്താൻ സഹായകമാകും. പക്ഷെ അതൊക്കെ തന്നെ പറയാണ്. നിനക്ക് പറഞ്ഞാലും ഇങ്ങനൊക്കെ വിവരമുണ്ടെങ്കിലും തക്ബീറത്തുൽ ഇഹ്റാം കിട്ടുമ്പോഴേക്കും പിന്നെ മറ്റുള്ള ശ്രദ്ധകളൊക്കെ വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരട്ടെ. നല്ല രീതിയിൽ നിസ്കരിക്കാൻ തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഉസ്താദെ, പിമിലോട് കൂടി മറുപടി എന്താണ് മറുപടി മതി. പ്രായപൂർത്തിയായ മോനെ, പക്ഷെ ഇത് വായിക്കണ്ടെന്നില്ലേ, ഉണ്ടായാൽ ഞാൻ പിന്നീട് വായിച്ചിട്ട് ഞാനിപ്പോ പിന്നെ പുറത്ത് ഉറക്കെ വായിക്കാൻ പറ്റാത്തൊരു വിഷയമാണ്. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് പിന്നീട് ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തോളാം. പിന്നെ അസ്സലാമു അലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഉംറ ചെയ്യുമ്പോ തവാഫിന് ശേഷം സഈ ചെയ്യുമ്പോ മൂത്രവാർച്ചയുണ്ടായാൽ എന്താ വിധി? തവാഫിന് ശേഷം സഈൽ പിന്നെ ശുദ്ധി നിർബന്ധമൊന്നുമില്ല കേട്ടോ. തവാഫിന് എന്ത് പിന്നെ ചെറിയ ശുദ്ധിയെ തൊട്ടും വലിയ ശുദ്ധിയെ തൊട്ടും നജസിനെ തൊട്ടും ശുദ്ധിയാവില്ല, അതിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ് തവാഫിന്. സഈന് സുന്നത്താണ്, നിർബന്ധമില്ല. അപ്പൊ ഒരാൾ ഒന്നുമില്ല സഈ ചെയ്തു നിൽക്കുക, എന്നാലും സഹീൻ എല്ലാം ധരിച്ചുകൊണ്ട് എന്നാൽ സഹീസാകും. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. മൂത്രവാർച്ച ഉണ്ടായെന്ന സംശയം സഈ ചെയ്യുമ്പോഴാണെങ്കിലേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ മൂത്രം ഉള്ളതിനോട് സഈലും സഹീമാണ്.
പിന്നെ അസ്സലാമു അലൈക്കും വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. സ്ത്രീ അവരുടെ വീടാണോ ഭർത്താവിന്റെ വീടാണോ പരിഗണിക്കേണ്ടത് യാത്രയിൽ നിന്ന് ഖസ്റും ജംഉം ആക്കുന്ന വിഷയത്തിൽ? അവൾ സ്ഥിരമായി ഏതാണോ അതാണ് പരിഗണിക്കേണ്ടത്. ഒരു പണി സ്ഥിരമായി താമസിക്കുന്നത് അവരുടെ ഭർത്താവിന്റെ വീട്ടിലാണ് നിൽക്കുക, എന്നാൽ അതാണ് അവളുടെ വീടായിട്ട് മനസ്സിലാക്കേണ്ടത്. അവിടെ നിന്ന് ആ മഹല്ലിൽ നിന്ന് അവൾ ആ താമസിക്കുന്ന മഹല്ലിൽ നിന്ന് അവൾ 132 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ് നിൽക്കുക, എന്നാൽ അവൾക്ക് ഖസ്റും ജംഉം ആക്കാം. ആ സ്ഥലത്തേക്ക് അവൾ മടങ്ങിയെത്തിയാലോ, ആ മഹല്ലിന്റെ പരിധിയിലേക്ക് അവൾ മടങ്ങിയെത്തിയാലോ അവൾക്ക് ഖസ്റും ജംഉം ആക്കാൻ പറ്റൂല. അപ്പൊ അതാണ് അവൾ സ്ഥിരമായി എവിടെയാണോ താമസിക്കുന്നത് അതാണ് അവളുടെ വീടായിട്ട് പരിഗണിക്കേണ്ടത്. ഇനിയില്ല പ്രത്യേക ചോദ്യങ്ങളൊന്നുമില്ല. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരേക്കും പറഞ്ഞതും ചോദിച്ചതും കേട്ടതൊക്കെ അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഇത് അള്ളാഹുവിന്റെ ദീനിനുള്ള ഒരു വലിയ ഖിദ്മത്തായി അള്ളാഹു സ്വീകരിക്കുകയും അതിന് സമ്പൂർണ്ണമായ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിച്ച് അതനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഭാര്യ സന്താനങ്ങൾ, നമ്മുടെ സഹോദര സഹോദരിമാർ, നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരെ ഉൾപ്പെടുത്തി തരട്ടെ. നമ്മുടെ മക്കളൊക്കെ അള്ളാഹു തആല സ്വാലിഹീങ്ങളും മുത്തഖീങ്ങളും ആക്കട്ടെ, ദീനിനും കുടുംബത്തിനും ഉപകരിക്കുന്നവരാക്കട്ടെ. മക്കളെ കൊണ്ട് അള്ളാഹു ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഗുണം നൽകുകയും സന്തോഷം പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. അള്ളാഹു നമ്മളെല്ലാവരെയും മരിപ്പിക്കുന്ന സമയത്ത് പൂർണ്ണ ഈമാനോടുകൂടി മരിപ്പിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉച്ചരിപ്പിച്ചുകൊണ്ട് സ്വർഗം കാണിച്ചു തന്നുകൊണ്ട് സ്വർഗം കണ്ടുകൊണ്ട് മരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദേ, ഗീബത്ത് നമീമത്തിലും സത്യം പറയേണ്ടി വന്നാൽ പറഞ്ഞാൽ അത് പെടുമോ? എന്താണ് ഗീബത്ത് നമീമത്തിലും സത്യം പറയേണ്ടി വന്നാൽ പറഞ്ഞാൽ അത് പെടുമോ? മനസ്സിലായില്ല, ചോദ്യം മനസ്സിലായിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി തരട്ടെ. നമ്മിൽ നിന്ന് എല്ലാവരും സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു തന്ന് ഈ നിമിഷത്തിൽ തന്നെ അള്ളാഹു നമ്മെല്ലാവരെയും പൂർണ്ണമായി ശുദ്ധീകരിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.